നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്തേക്ക് എത്തുകയാണ്. ICMR-ലെ 4 ശാസ്ത്രജ്ഞരും 2 ടെക്നിക്കൽ വിദഗ്ധരുമാണ് സംഘത്തിലുള്ളത്. 14-കാരന് നിപ സ്ഥിരീകരിച്ചതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ തുടരും. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, മലപ്പുറത്ത് സ്ഥിരീകരിച്ചു. കേരളമാകെ നിപ ജാഗ്രതയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ICMR-ലെ സംഘം എത്തുന്നു. ഏറ്റവും പ്രധാനമായും ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങൾ, ഒപ്പം തന്നെ ഈ ലാബുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിനായിട്ടുള്ള മൊബൈൽ ലാബുകൾ സജ്ജീകരിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി 14-കാരൻ ഈ നിപ ബാധയെ തുടർന്ന് മരിച്ച പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടു കൂടിയാണ് മലപ്പുറം ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ICMR-ലെ വിദഗ്ധ സംഘം ഇന്നലെ കോഴിക്കോട് എത്തിയിരുന്നു. ഇതിൽ 4 ശാസ്ത്രജ്ഞരും 2 ടെക്നിക്കൽ ഉദ്യോഗസ്ഥരുമാണ് ഉള്ളത്. ഇവർ സംസ്ഥാന ആരോഗ്യ വകുപ്പിനെ ഈ നല്ല രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ ഈ കുട്ടി ഈ രോഗബാധ ഏൽക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമ്പാഴങ്ങ കഴിച്ചിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ വവ്വാൽ കടിച്ച അമ്പാഴങ്ങയാണോ എന്നുള്ളതാണ് ഇനി സ്ഥിരീകരിക്കാനുള്ളത്. ഈ മറ്റ് ഒരു കാര്യവും, ഈ കുട്ടി അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം, അതായത് വവ്വാലുകൾ കടിക്കാൻ സാധ്യതയുള്ള പഴങ്ങളോ മറ്റും ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബവുമായും കുട്ടിയുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ ആരോഗ്യവകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പൂനെയിൽ നിന്നുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ ലാബ് കൂടി എത്തും. അതോടുകൂടി പരിശോധനകൾ വളരെ വേഗത്തിൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇന്നലെ വന്ന ഈ പരിശോധനാ ഫലത്തിൽ മുഴുവനും 7 പേർക്ക് പരിശോധിച്ചതിൽ എല്ലാം തന്നെ നെഗറ്റീവായി എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇന്ന് ഈ കുറച്ചു പേരുടെ കൂടി ഫലം വരും. അതിൽ ഒരുപക്ഷെ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടേത് ഉൾപ്പെടെ വരും. നിലവിൽ 330 പേരാണ് ഈ പട്ടികയിലുള്ളത്, സമ്പർക്ക പട്ടികയിലുള്ളത്. 101 പേരാണ് ഹൈ റിസ്ക് എന്ന പട്ടികയിലുള്ളത്. ഇതിൽ കുട്ടിയുടെ രക്ഷിതാക്കളും വരും. പക്ഷെ അവർക്ക് ഇതുവരെ യാതൊരു രോഗലക്ഷണങ്ങളുമില്ല. ഒരു വിശദമായ റൂട്ട് മാപ്പ് കൂടി അല്പസമയം മുൻപ് ആരോഗ്യവകുപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിൽ ഓരോ കാര്യവും വളരെ സൂക്ഷ്മമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം 11-ാം തീയതി ഈ കുട്ടി വീട്ടിൽ നിന്ന് ഈ ചെമ്പ്രശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. അവിടുന്ന് CPP എന്ന സ്വകാര്യ ബസ്സിൽ 6:50-ന് കയറുന്നു. പിന്നീട് ബ്രൈറ്റ് ട്യൂഷൻ സെന്ററിലാണ് പാണ്ടിക്കാടുള്ള, അവിടെ 7:18-ന് എത്തുന്നു. 8:30 വരെ ആ ട്യൂഷൻ സെന്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് ഡോക്ടർ വിജയൻ ക്ലിനിക്കിലേക്ക് പോകുന്നത്. 8 മണി മുതൽ 8:30 വരെ ഇവിടെയായിരുന്നു. ഓട്ടോറിക്ഷയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. തുടർന്ന് 3-ാം ദിവസം 13-ാം തീയതി വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ഈ PKM ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. 7:50 മുതൽ 8:30 വരെ കുട്ടികളുടെ OP-യിൽ, പിന്നീട് 8:30 മുതൽ 8:45 വരെ കാഷ്വാലിറ്റിയിൽ, അങ്ങനെ തുടങ്ങി ക്യാൻറ്റീനിൽ പോയത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സൂക്ഷ്മമായുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ ഇല്ലാത്ത വ്യക്തികൾ ഈ സമയങ്ങളിൽ ഈ കുട്ടി പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ക്വാറന്റൈനിൽ പോകണം എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ഈ കുട്ടി പോയ സ്ഥലങ്ങളിലുള്ള CCTV പരിശോധിച്ചാണ് ഈ സൂക്ഷ്മമായ ഒരു റൂട്ട് മാപ്പ് കൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി സാജിദ്, എന്തായാലും വളരെ വിശദമായ ഒരു റൂട്ട് മാപ്പ്, ഈ കുട്ടി സഞ്ചരിച്ച റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് സമ്പർക്കം ഉണ്ടായേക്കാവുന്ന ആളുകൾ കൂടി ക്വാറന്റൈനിൽ പോകണമെന്നുള്ളൊരു സന്ദേശം നൽകാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പുലർത്തി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വിശദമായ സമയമടക്കമാണ് റൂട്ട് മാപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നിപ ജാഗ്രതയിലേക്ക് പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകളൊക്കെ പോകേണ്ടതാണ് എന്നുള്ളൊരു നിർദ്ദേശം കൂടി വരുന്നുണ്ട്. ഏറ്റവും ആശ്വാസകരമായത് നിലവിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത ആളുകൾക്ക് റിസൾട്ട് ഒക്കെ നെഗറ്റീവാണ്. മാത്രമല്ല പാരൻസിന് ഉൾപ്പെടെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുള്ളതും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.